ഹായ് കൂടെ എല്ലാം കൂടെ കൊടുക്കട്ടാ. വെൽക്കം ടു BBA. മച്ചവനെ പൊളിച്ചെടുക്കാൻ പോവാണ്. ഇന്ന് നിങ്ങള് ഐഫോണിന്റെ S24 അൾട്രയുടെ S25 അൾട്രയുടെ ഒക്കെ പ്രൈസ് പറഞ്ഞു. പെരുന്നാളിന് എന്താ ഓഫർ ഉള്ളത്? 2025 പെരുന്നാൾ എങ്ങനെയാണ് അടിച്ചു പൊളിക്കാൻ പോവാണ്, എത്ര ഓഫർ ഉണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നെല്ലാം നമ്മൾ പറയാൻ പോണ്. അതുപോലെ തന്നെ വേറെ ലെവൽ ഓഫറാണ് തരാൻ പോണ്. കൊടുക്കല്ലേ? റെഡിയല്ലേ? എന്താണ് പൊളിക്കല്ലേ നമ്മള് പെരുന്നാളിന്? പൊളിച്ചടക്കാം. അതെ, പൊളിച്ചെടുക്കല്ലേ? ഓക്കെ, പൊളിച്ചടിക്കുന്ന ഓഫറാണ് കേട്ടോ. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, എന്നാണോ പെരുന്നാൾ വരുന്നത് അന്ന് എവറസിറ്റി ലീവ് ആയിരിക്കും. ഞായറാഴ്ച തിങ്കളാഴ്ച അന്നത്തെ കച്ചവടം വേണ്ടാന്ന് വെച്ചു. അന്നത്തെ കച്ചവടം വേണ്ടത് ലീവ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റാഫുകളെ നിർബന്ധിച്ചിട്ട് പണിക്കിപ്പിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ലീവ്. അപ്പൊ എന്നാണ് പെരുന്നാൾ ഉണ്ടോ, എന്നാണോ പെരുന്നാൾ ആ ദിവസം കട ലീവ് ആയിരിക്കും. അതിന് മുന്നോ അതിന് ശേഷം 2-3 ദിവസം ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ വരിക. തന്നെ തുടങ്ങുന്ന മുന്നേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് 3 ദിവസം 4 ദിവസം ഓഫർ റേറ്റ് കിട്ടും, ഒരേ റേറ്റ് ആയിരിക്കും എന്നൊക്കെ പറയുന്നത്. ഈ അവസരത്തിൽ ഇത് പറയൂല. കാരണം വെച്ചാൽ റേറ്റ് ഇനി അങ്ങോട്ട് TR മാത്രമേ നമുക്ക് UAE കിട്ടാൻ ചാൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം വെറുത്ത് കുറഞ്ഞു. TDR ആണെങ്കിൽ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ആകാൻ തുടങ്ങി, വില കൂടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പെരുന്നാൾക്കൊക്കെ മാർക്കറ്റിൽ സാധനം ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഷോർട്ടാണ്. അപ്പൊ ചിലപ്പോ ഇത് വില ഇനി കൂടും, 100% കൂടാൻ ചാൻസ് ഉണ്ട്. എത്രത്തോളം ഈ മുന്നിൽ കാണുന്ന സ്റ്റോക്ക് ഉണ്ട്, പിന്നിൽ കാണുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ പെരുന്നാൾക്ക് എങ്ങനെ സെയിലും കാര്യം ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എത്ര സ്റ്റോക്ക് ഉണ്ടോ അതുവരെ നമ്മളിപ്പോ പറയുന്ന റേറ്റ് കിട്ടും. അപ്പൊ പെരുന്നാളിന് മുന്നേ ആയാലും ശേഷമായാലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ റേറ്റ് കിട്ടും. ചിലപ്പോൾ കൂടിയിട്ടുണ്ടെങ്കിൽ കൂടും, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയും. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഇപ്പൊ ഇന്റർനാഷണൽ വാറണ്ടി, ആപ്പിളിനും എല്ലാത്തിനും ഇന്റർനാഷണൽ വാറണ്ടി ആയതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യത്തെ സ്പെക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കൂടുതലായിട്ട് TDR ആണ് വരുന്നത്. അതാണ് ഇതിന്റെ ഒരു കാരണം. അപ്പൊ എന്തായാലും TDR ആണെങ്കിലും TDR അല്ലെങ്കിലും ഏതാണെങ്കിലും ഇവിടെ നമ്മുടെ സ്വന്തം എവർസിറ്റിയിൽ എപ്പോഴും ഓഫർ ഉണ്ടാവും. പുറത്തേക്കൊക്കെ എവിടെ കിട്ടുന്നതിനെക്കാട്ടും പൈസ കുറച്ചിട്ട് ആ ഒരു സാധനം അതും വിശ്വസിച്ചിട്ട് ഗ്യാരണ്ടി സാധനം തരും. അതാണ് സീൻ ഇട്ടാ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ തുടങ്ങുമ്പോ ആദ്യം നമുക്ക് ആളിന് തെരഞ്ഞെടുത്താലാ? കഴിഞ്ഞ നമ്മള് ഇത്തവണ 5 ആൾ തെരഞ്ഞെടുക്കുന്നു പറഞ്ഞു. അതെ, അപ്പൊ 5 ആൾ നിങ്ങൾ തെരഞ്ഞെടുത്തോ. അതിന്റെ കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ സമ്മാനം പറഞ്ഞു. ഇപ്പൊ അവന് 2 കാര്യമുണ്ട്. അപ്പൊ ഒന്നും ഇത് പറഞ്ഞു. അതുപോലെ ഇത്തവണ നമ്മള് 5 പേരെ തെരഞ്ഞെടുക്കും. കമന്റ് ഇട്ടോ, ഈ വീഡിയോന്റെ ചുവട് കമന്റ് ഇടുന്ന 5 പേരെ തെരഞ്ഞെടുക്കും. 5 പേർക്കും ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഇതൊന്ന് തെരഞ്ഞെടുത്തോ നമുക്ക് ആദ്യം തന്നെ. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലേ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ തെരഞ്ഞെടുക്കാൻ പോണ ആരൊക്കെയാണ് കമന്റ് ഇട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് എന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് 5 പേരെ തിരഞ്ഞെടുക്കും. ഒരാൾ ഏറ്റവും കൂടുതൽ ലൈക്കുള്ള ഒരാൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. അതെ. അപ്പൊ ഇപ്രാവശ്യം ഹോം തിയേറ്റർ കൊടുക്കും പറഞ്ഞിരുന്നു, അത് കൊടുക്കാം. 80 ലൈക്ക് ഉണ്ടോ? നിങ്ങൾ സത്യസന്ധമായ അവതരമാണ്. എപ്പോഴും നിങ്ങളൊക്കെ ഒരു വീഡിയോ പോലും മുടങ്ങാതെ കാണുന്ന പേരും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എത്താൻ കഴിയട്ടെ. ലോട്ട്സ് ഓഫ് ലവ് ഓഫ് ഹാപ്പിനെസ്. 70 ലൈക്ക് ഉണ്ടോ? പ്രണവ് പ്രഭാകരൻ 324 ഉണ്ടാ. അപ്പൊ മൂപ്പരക്കാണ് അല്ലേ? ആള് സ്ക്രീൻഷോട്ടും ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ആളെ ID നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആൾക്ക് കൊടുക്കുന്നതായിരിക്കും. ആൾക്കാണ് കൂടുതൽ. അതാണ് ഏറ്റവും കൂടുതൽ 80 ലൈക്ക് ഉണ്ട്. ആൾക്ക് 80 ലൈക്ക് ഉണ്ട്. അതിൽ കൂടുതൽ ലൈക്കില്ല, ആ ലൈക്കാണ്. 38 ലൈക്ക് വേറെ ആൾക്കുണ്ട്. BBA പവർ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് എഡിറ്റ് ചെയ്തു. എനിക്ക് വേണം 12 Pro Max ഇൻഷാല്ലാ. ഓക്കെ, അല്ല പിന്നുള്ള 38 ലൈക്കാണ്. അതിലും കൂടുതൽ ലൈക്കില്ല. ഓക്കെ, അപ്പൊ 80 ലൈക്കുള്ള ആൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ഷാഫി കൊണ്ടോട്ടി. നമുക്ക് 5 ഗിഫ്റ്റ് ഇല്ല, 38 ലൈക്കിന് ഒന്നും കൊടുക്കാം. കാരണം അവര് 38 വരെ എത്തിയല്ലോ. അത് കൊടുക്കുന്നുണ്ട്. അതാ 38 ലൈക്കുള്ള രണ്ടാമത് പേര് വായിച്ചോ. ഷാഫി കൊണ്ടോട്ടി 1378 ആദ്യത്തെ ഗിഫ്റ്റ് ഉണ്ടാ. BBA പവർ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ കമന്റ് എഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാ. കമന്റ് എഡിറ്റ് ചെയ്താലും എഡിറ്റ് ചെയ്താലും കിടിലൻ കമന്റ് 12 Pro Max വാങ്ങാൻ പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കിടിലൻ വാച്ച് കിട്ടും. 12 Pro Max വാങ്ങാൻ വരുന്നതാണ്. ആദ്യത്തെ വാച്ച് ഗിഫ്റ്റ് നമ്മുടെ ഷാഫി കൊണ്ടോട്ടിക്കാണ് കൊടുക്കുന്നത്. ഇനി 4 ആൾ, ബാക്കി 4 ആൾ ആർക്കും നോക്കിയാലോ? ഓക്കെ, അതെ. എന്നെ പോലെ 7 വർഷമായി ഒരു ഫോൺ തന്നെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാ. അവർ ബാക്കി എല്ലാവരും ലൈക്ക് അടിക്കുന്നു പറഞ്ഞിട്ടാ. 7 വർഷമായിട്ട് ഒറ്റ ഫോണാട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഓഫർ എടുത്ത് മേടിപ്പിക്കുക, ആളെ കൊണ്ട് കൊടുക്കല്ലേ? ആ മൂപ്പരെയും കിടക്കട്ടെ ഒരു വാച്ച് ഇട്ടാ. റാം ബോക്സ് സാധനം പാവം ഇരിക്കട്ടെ. ഓക്കെ, ഏതായാലും അതാ 9 വർഷമായി ഗൾഫ് കൺട്രി ജോലി ചെയ്യുന്ന എന്റെ കയ്യിൽ ആൻഡ്രോയിഡ്, നാട്ടിൽ നിന്ന് വരുന്ന പുതിയ പിള്ളേരുടെ കയ്യിൽ ഐഫോൺ. എന്താ ഇങ്ങനെയെന്ന് എന്തായാലും ഞാൻ വരുന്ന വീഡിയോ ഒക്കെ കാണാറുണ്ട്. നിങ്ങൾ 2 ആളും വീഡിയോയിൽ വന്ന കുളിരാന്നാ പറയുന്നത്. അയ്യോ മൂപ്പരിക്കട്ടെ. യൂസർ OB3 നോക്കി, ഇതൊന്ന് നോക്കിട്ടോ. ഈ ആൾക്കാണ് അടുത്ത വാച്ച്. അപ്പൊ 2 വാച്ച് എടുത്തു അല്ലെ? ഇനി 3 കൂടെ വാച്ച് ചെയ്യാൻ അല്ലേ? ഓക്കെ, 3 വാച്ചും കൂടെ കുറച്ച് തിരഞ്ഞെടുക്കാനുണ്ടാ. അതായത് എവിടെ വീഡിയോ കാണാൻ നിങ്ങൾ വീഡിയോസ് കാണാൻ ഒരു കാരണമുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ ഇൻഷാല്ലാ ഒരു ദിവസം വരും 16 Pro എടുക്കാൻ. അർഷാദ് Y70 അർഷാദ് Y70 എന്താ ഇരിക്കുന്നത് അറിയോ? നിങ്ങളുടെ വീഡിയോസ് കാണാൻ ഒരു കാരണമുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ 100% വിശ്വസിക്കാം. ഇൻഷാല്ലാ ഒരു ദിവസം വരും ഒരു iPhone 16 Pro എടുക്കാമെന്ന്. 16 Pro എടുക്കുമ്പോൾ ഒരു വാച്ചും കൂടെ കേട്ടാ. അയ്യോ അടിപൊളി.
എവിടെ അടുത്ത ദുബായ് ലൈസൻസിന് വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പെരുന്നാൾ ഓഫറിന് 14 Pro എടുക്കാണ്ട് പ്ലാൻ. അതാ KL707546 പറഞ്ഞിട്ടുണ്ട്. ദുബായിൽ നാട്ടിലെങ്ങാണ്ടാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്നത്, ഒരുപാട് പുറത്തുള്ള ആൾക്കാരും കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ദുബായിൽ പെരുന്നാളിന് ഒരാളുകൾ പറഞ്ഞു വിടുന്നവരാണ്. അപ്പോൾ മൂപ്പരെയും കൊടുക്കുക ഒരു വാച്ച് അല്ലേ, മൂപ്പരെയും കൊടുക്കട്ടെ വാച്ച്. ഒരുപാട് പേര് കളിയുന്നില്ല. യൂസർ ഐഫോണുകളിൽ ജനങ്ങൾ വിശ്വാസം ഉറപ്പിച്ച UAE ഒരേ സ്ഥാപനം നമ്മുടെ അഷ്കർ ഖാന്റെ എവർ സിറ്റി എന്നാണ്. കൊട്ടിക്കട്ടെ. പിന്നെ റാസിബ് സലാമിന് ഇരിക്കട്ടെ ഒരു കിഡിലം വാച്ചിട്ടാ. ഞാൻ പറഞ്ഞ നമ്മൾ കൊടുക്കണ്ടല്ലേ, സത്യം ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കൊടുക്കണല്ലേ. ഓക്കെ, 17 ലൈക്കുകൾ വേണ്ട വീഡിയോ വാങ്ങാൻ താല്പര്യമില്ലെങ്കിലും എല്ലാവരും കാണാറുണ്ട്. അങ്ങനെ ഒരുപാട് കമന്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ചമാരെ. എന്തായാലും കമന്റ് ഇട്ടവർക്കൊക്കെ ഭയങ്കര ബിഗ് താങ്ക് യു. അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾ കമന്റ് ഇട്ടോ. ഇന്നും 5 വരുന്നുണ്ടെങ്കിൽ ഇതിനും 5 കഴിഞ്ഞ വീക്കിലും നമ്മൾ പറഞ്ഞു, ഈ വീക്കിൽ അതുപോലെ തന്നെ 5. അതെ, 5 പേരെ ഈ വീക്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പൊ കമന്റ് ഇട്ടവർക്കൊക്കെ നന്ദി. വീണ്ടും കമന്റ് ഞെട്ടിപ്പൊളിപ്പിച്ചും കേട്ടോ. ഓക്കെ, അപ്പൊ പെരുന്നാൾ എല്ലാവരും വാച്ചും കാര്യങ്ങളൊക്കെ ഇരിക്കണം. ഓക്കെ. അപ്പൊ ആദ്യം ഏതാ ഓഫർ കൊടുക്കുക? ആദ്യം നമുക്ക് S25 Ultra ഓഫർ. സാംസങ് പിടിക്കാം. സാംസങ് S25 Ultra ആദ്യം ഓഫർ തരാൻ പോകുന്നത്. ആൾക്കാർ ഇവിടെ S24 Ultra S25 Ultra ഓഫർ ഫോണുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങള് ഈ സാധനങ്ങളുണ്ട്, നമുക്കൊന്ന് കാണട്ടെ ഈ ഓഫർ. ഇതിലെ പൊളിക്കാൻ പറ്റിയ ഓഫർ ഉണ്ടെങ്കിൽ വരട്ടെ. വെല്ലുവിളി ഓഫറാണ്. S25 Ultra ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രൈസ് ദുബൈയിലല്ല, BBA UAE-ലല്ല, ലോകത്തെ എവിടെയും കൊടുക്കാൻ പറ്റുന്ന റേറ്റില് BBA കൊടുക്കാം. ഇവ വേൾഡ് നമ്പർ 1 പ്രൈസ് തരാൻ കൊണ്ടോ ഏറ്റവും വില കുറയിൽ നിന്നാണ് പെരുന്നാളിന്റെ സ്പെഷ്യൽ ഓഫർ എവർ സിറ്റിയുടെ. എത്ര കൊടുക്കുക? 3350 പിടിക്കുക. 3350 3350 S25 ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ബ്ലാക്ക് കളറാണ്. ആ ബ്ലാക്കിന് തന്നെ നമ്മൾ ഓഫർ കൊടുക്കാം. ബ്ലാക്ക് കളറിന് TDRA സാധനങ്ങൾക്ക് 3350 ദിർഹേ ഉള്ളൂ. ഇൻറ്റു 23 വെച്ച് കാൽക്കുലേറ്റ് ചെയ്തോ. അല്ലെങ്കിൽ ഇപ്പൊ 23 അല്ല ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ 2330 എന്തോ ആയിട്ട് അല്ലേ? അല്ല, എത്രയാണ് ഇന്ത്യൻ റേറ്റ്? ഇന്ത്യ എന്നാണെങ്കിൽ ഇന്ത്യ റേറ്റ്, പാകിസ്ഥാൻ എന്നാണെങ്കിൽ പാകിസ്ഥാൻ, എവിടെയാണോ നിങ്ങൾ ഇന്ന് കാണുന്നത് ആ റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളത്തിൽ പറഞ്ഞാൽ പോരാ, നമ്മുടെ ഈ മലയാളം മാത്രമല്ല ബാക്കി ഹിന്ദിക്കാരെ കാണണ്ടല്ലോ, അവർക്ക് മനസ്സിലായിക്കോട്ടെ ചോദിച്ചു പറഞ്ഞാൽ മനസ്സിലാവല്ലോ. മലയാളത്തിലല്ലേ പറയുന്നത്? നല്ല മനസ്സിലായിക്കോളൂ. ഓക്കെ, അപ്പൊ ദേക്കോ. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ S25 Ultra വേറെ കളേഴ്സിൽ ജസ്റ്റ് ഒരു 20-30 ദിവസം വ്യത്യാസം. ബ്ലാക്ക് കളറാണ് ഓഫർ. ബ്ലാക്കിനാണ് എല്ലാവർക്കും വേണ്ടത്, അതിന് ഓഫർ ഉണ്ട്. വേറെ കളേഴ്സ് ഒക്കെ ജാസ്റ്റ് ഒന്നുമില്ല, വെറുതെ ജസ്റ്റ് ഒരു 20-30 ദിവസം വ്യത്യാസം. ഓക്കെ, അപ്പൊ ബെസ്റ്റ് പ്രൈസ് ആണ് പെരുന്നാളിലെ സ്പെഷ്യൽ ഓഫർ. അടുത്തത് കൊടുക്കുക നമ്മള്. അടുത്ത അതിന്റെ 512 കൊടുത്തോ. 512 എത്ര? 512 അതും കൊടുക്കും, ഒരു 4100 കൊടുക്കും. 4100 ദിർഹത്തിന് S25 Ultra 512 1 TB വണ്ടിക്കുന്ന BBA കൊടുക്കുക, ഒരു 4700 കൊടുക്കും. 4700 1 TB. അപ്പൊ ചമ്മാരെ എവർ സിറ്റിക്ക് പോലെ നമ്മുടെ അഷ്കർക്ക് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. S25 Ultra'യുടെ ഓഫർ തരാൻ വേണ്ടിട്ട് പെരുന്നാളിന്റെ സ്പെഷ്യൽ ഓഫർ. വേറെ കാര്യം പറഞ്ഞ S25 ഇപ്പൊ പെരുന്നാളിനൊക്കെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എപ്പോഴാ പെരുന്നാൾ ഓഫർ വരിക എന്നൊക്കെ ആലോചിച്ചിട്ട് അവർക്കുള്ള വിരുന്നായിരിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഇത്ര വില കുറച്ച്. കഴിഞ്ഞ ആളോ കൊടുത്തതിനൊക്കെ നല്ല വില കുറവ്. അതുകൊണ്ട് ആദ്യം തന്നെ ഇത് 25 Ultra പറയാൻ മോഡലിന് നേരെ തിരിച്ചുമാണ് കൂടുകയും ചെയ്തിട്ടുണ്ട്. അത് അങ്ങോട്ട് അപ്പൊ S25 നോർമൽ S25 എന്താ അവസ്ഥ? 25 നോർമൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 128 ആണെങ്കിൽ 2550 കൊടുക്കാം. ഓക്കെ, 2350 കുറച്ച് 200 ദിർഹം കംതിക്കുക. 2350 ദിർഹം. അതന്നെ നമ്മൾ 256 ആണെങ്കിൽ 2550. അതെ, 256 പ്രൈസ് ആണ്. 2550 ചമ്മര. അപ്പൊ 120 പ്രൈസ് 2350, 2350. ഇത് രണ്ടും റെഡിയാണ്. S25 പ്ലസ് നിങ്ങൾക്ക് 512 നല്ലൊരു ഓഫർ തരാം. സ്പെഷ്യൽ ഓഫറാ. പ്ലസ് 3099 പ്ലസ് ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും. ഒരുപാട് സാധനങ്ങളോട് കാണില്ല. S24 പ്ലസ് നിങ്ങൾക്ക് എത്ര? 512 GB ആണ്. 3099 3399 ദിർഹത്തിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ 512 S24 പ്ലസ് അല്ലേ? S24 പ്ലസ് S25 പ്ലസ് S25 പ്ലസ്. ഓക്കെ, 25 പ്ലസ് വരാൻ പോകുന്നുണ്ട്, അതിലും കുറച്ച് തരും. അതെ, S24 പ്ലസ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് S24 പ്ലസ്. S24 പ്ലസ് ഇതായിരിക്കും നമ്മളെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ FE ഉണ്ട്. കൊടുത്തത് 25 പ്ലസ് ആണ്. S25 പ്ലസ് ഈ ലൈനിലുണ്ട് കണ്ടുപിടിച്ചു. എല്ലാത്തിന്റെ കളർ ബ്ലാക്ക് ആയതുകൊണ്ടാണ് S24 പ്ലസ് S25 പ്ലസ് S25 പ്ലസ്. ഇതിലെല്ലാം S25 Ultra ആണ്. എന്തായാലും സാധനം S25 പ്ലസ് ഇറങ്ങിയോ? ഓക്കെ, തപ്പി S24 പ്ലസ് ഓക്കെ, S25 പ്ലസ് നമ്മൾ തപ്പി കിട്ടിയില്ല. ഗോഡൗൺ മോൾ പൊടി ഞങ്ങൾ എടുത്തു വരുന്നതായിരിക്കും. ഇനി രാവിലെ അറേഞ്ച് ചെയ്യുള്ളൂ. ചെക്കന്മാരൊക്കെ പോയി. സമയം രാത്രി 12 മണിയാണ് ദുബായിൽ. നോമ്പ് കാലത്ത് ഇനിയും കുറച്ചുകൂടി നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല്
പറയുന്നത് അവർക്ക് ചിലപ്പോൾ അവർ നിന്ന് തരും, നമുക്ക് പറയുന്നത് നമുക്ക് ഇങ്ങനെ അല്പം നാണം വേണ്ട. Okay. ആരും കഷ്ടപ്പെടുത്തില്ല, ടൈം ആകുമ്പോൾ പോരുന്നതാണ്, രാവിലെ വന്നിട്ട് അവർ ചെയ്തോളും. അതെ, അപ്പൊ അതിനുള്ള സാധനം കിട്ടും. അപ്പൊ ഞാൻ അടുത്ത ഗാലക്സി ഫോൾഡ് 6 പ്രൈസ് ആണ്. എത്ര കൊടുക്കാം? അത് നമുക്ക് അടിപൊളി റേറ്റ് ആണ്, 4350 പിടിക്കുക. 4350. എത്ര GB? 256. 256 GB. ഏത് കളറ്? കൊടുത്തു എല്ലാ കളറും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ S24 S24 പോവാം. S24 പറയുമ്പോൾ FE ആദ്യം നല്ല വില കൊടുക്കും. FE ഉണ്ട്, FE ഇഷ്ടം പോലെ. ഞാൻ നിങ്ങൾ കാണാത്ത S24 FE ഇതെന്താ സംബന്ധിച്ച ബ്ലാക്ക് കളറല്ലേ എല്ലാം. ഈ സംഭവം സാംസങ് എല്ലാം ബ്ലാക്ക്, അതല്ലത് ബോക്സ്. അതെ, ഇപ്പൊ ഐഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കളറെങ്കിലും വ്യത്യാസമുണ്ട്, എല്ലാത്തിനും ഓരോ ബ്ലൂ മച്ച മഞ്ഞൊക്കെ ആയിട്ട് കറക്റ്റ് വ്യത്യാസം. ഇത് എല്ലാ കളർ നോക്കുമ്പോൾ ഒരേ വെള്ളത്തിൽ പണ്ട് കുറുക്കം മറ്റേ ഇതിൽ വീണ പോലെയാണ്, നീളത്തിൽ വീണ പോലെയാണ്. കളർ നോക്കി മനസ്സിലാവില്ല. അതെ, ഓക്കെ. അപ്പൊ ഗാലക്സി S24 FE എത്ര കൊടുക്കാം നമുക്ക്? FE നമുക്ക് കൊടുക്കാം 1525. പിടിക്ക് 1500. 1525 S24 FE എത്ര GB? FE നമുക്ക് 256 GB. 256 GB അക്ഷം വരെ. എന്നാ പിടിക്കും. ഇത് എല്ലാ കളറും ഒരേ ഓഫർ ആണോ അതോ? അത് എല്ലാ കളറും എല്ലാ കളറും അതിലും വില കുറഞ്ഞിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് മോഡൽ കൊടുത്താൽ നമുക്ക് നമുക്ക് 56 സാംസങ് കൊടുക്കും. സാംസങ് ആണോ? ഗാലക്സി ഏത് കളർ കാണിക്കുന്നുണ്ട്. അത് ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ മോഡലാണ്. ഇത് പ്രത്യേകം 50 മെഗാ പിക്സൽ ആണ് ഇതിന്റെ ക്യാമറ വരുന്നത്. അതാണ് ഏറ്റവും മെയിൻ പ്രത്യേകത. പിന്നെ ഇതിന്റെ ബാക്ക് ഗ്ലാസ് ആണ്, അതുപോലെ തന്നെ സൈഡ് മെറ്റൽ ആണ് വരുന്നത്. പിന്നെ അടിപൊളി ലുക്കാണ്, പറഞ്ഞാൽ രക്ഷയില്ല. ലുക്ക് ഭയങ്കര ലുക്ക്. ഗാലക്സി A55 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, 26 ഇറങ്ങി. ഒരു എല്ല് കൂടി. അടുത്ത് അങ്ങനെ വരുമ്പോ അടുത്തേക്ക് വരുന്നത് ഗാലക്സി A56 5G ഇട്ടാ. നല്ല ഫോൺ. ഇതാ കൊള്ളാലോ. ഇതവിടെ നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് പുറത്തേക്ക് തള്ളിക്കുണ്ടല്ലേ സാധനം. സൈഡ് മൊത്തം വരുന്നത് മെറ്റലാണ്. വെയിറ്റും കുറവാണ്, നമുക്ക് പിടിക്കുമ്പോൾ തോന്നുന്നത് 200 ഗ്രാമിന് ചോടാണ്. 196 ഗ്രാം. ക്വാളിറ്റി ഉണ്ട്. അതായത് ഇപ്പൊ സാംസങ്ങിന്റെ പല ഫോണുകൾ നമുക്കൊരു ക്വാളിറ്റി ഫീൽ ചെയ്യും, പക്ഷെ അതൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്, കുഴപ്പമില്ല. IP54, അതായത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലുള്ള നമ്മൾ അങ്ങനത്തെ സർക്കിൾ ടു സ്ക്രാച്ച് വിത്ത് ഗൂഗിൾ ക്ലിയർ ഇറ്റ് ഫൈൻഡ് ഇറ്റ് എല്ലാ പരിപാടിയൊക്കെ ഉണ്ട്. പ്രീമിയം ഡിസൈൻ ഉണ്ട്, മെറ്റൽ ഫ്രെയിം ആണ്. മെറ്റൽ ഫ്രെയിമിന്റെ ക്വാളിറ്റി ഉണ്ടായില്ല. എത്ര കൊടുക്കാം നമുക്ക്? കൊടുക്കുക. നമ്മൾ ഇത്തവണ ഓഫർ ആയിട്ട് പെരുന്നാൾ ഓഫർ വെറും 1300 പിടിക്കുക. 1300 ഒരു ആൻഡ്രോയിഡ് സാംസങ്ങിന്റെ ബെസ്റ്റ് മൊബൈൽ, ബെസ്റ്റ് ഫോൺ സാംസങ്ങിന് ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ A56 വെറും 1350 സ്പെഷ്യൽ ഓഫർ പെരുന്നാൾ. ഓക്കെ, ഡൺ. അടുത്ത 24 തന്നെ പോവാം. ഓക്കെ, S24 എടുക്കാം. 24 FE കൊടുത്ത് 24 നമുക്ക് ഒരു നല്ല കളറില് സ്പെഷ്യൽ കളർ കൊടുക്കുക. S24 സ്പെഷ്യൽ കളർ സ്പെഷ്യൽ ഓഫർ. എത്ര? സ്പെഷ്യൽ ഓഫർ വെറും 2000 രൂപ. വെറും 2000 ദിനത്തിന് 256 GB. 256 GB ചമ്മരെ. S24 TDR സാധനം 2000 ദിനത്തിന് സ്പെഷ്യൽ ഓഫർ. S24 പ്ലസ് നമുക്ക് ഓഫർ കൊടുക്കും. S24 പ്ലസ്. S25 പ്ലസ് അല്ലേ എനിക്ക് ആദ്യം കിട്ടിയത്. ഇനി S24 പ്ലസ് കൂടെ തരും. 2400 പിടിക്ക്. 2400 256 GB. 256 കൊടുക്കാം നമ്മള്. 512 2650 കൊടുക്കാം. 2650 512 GB കിട്ടിട്ടാ. അപ്പൊ S24 പ്ലസ് വേണോ, S25 പ്ലസ് വേണോ, S24 വേണോ, ഏതെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോ. നമ്മൾ പറയാൻ പോകുന്നത് 24 അൾട്ര ആണ്. S24 അൾട്ര പറയുമ്പോൾ ദയവ് നിങ്ങൾ കല്ലെടുത്ത് എറിയരുത്. സെയിം പ്രൈസ് അല്ല, കൂടി. കഴിഞ്ഞ നമ്മൾ പറയുന്നത് സെയിം പ്രൈസിന് പറയാൻ പറ്റൂല, കുറക്കാന്ന് പറഞ്ഞിട്ട് 2755 ഇട്ടു. ഇപ്രാവശ്യം 2850 ഒരൊറ്റ കയറ്റം കയറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളോട് കുറച്ചൊരു സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് ഒന്നറിയാം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു 2810 ദിറംസിന് നമ്മൾ ബ്ലാക്ക് കൊടുക്കാം. വേറെ കളേഴ്സാണ് 10 രൂപ കൂടെ. അത്രേ ഉള്ളൂ. അപ്പൊ 2850 ദിർഹമാണ് വില മാർക്കറ്റിൽ. പക്ഷേ 2040 ദിർഹം കുറച്ചിട്ട് 2810 നിങ്ങൾക്ക് തരുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളായിട്ട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈസ് തരുന്നത്. എവർ സിറ്റിയിൽ ഓഫർ ഇല്ലെങ്കിൽ നമ്മൾ ഓഫർ ഉണ്ടാക്കുക അല്ലേ? ഉണ്ടാക്കൂലേ? അതെ, അതുകൊണ്ടാണ് തന്നെ. നമുക്ക് വേറെ എവിടെ അന്വേഷിച്ചാലും 2850 ദിർഹത്തേത് കിട്ടുള്ളൂ. പക്ഷെ ഇത് 2810 ദിർഹത്തിനാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതേ സാധനം നമ്മൾ ഒരാഴ്ച മുമ്പ് അല്ല 2 ആഴ്ച കഴിഞ്ഞ ആഴ്ച നമ്മൾ വീട്ടിലുണ്ടായിരുന്നില്ല. പുതിയ അതെ, നമ്മൾ പഴയ ചെയ്തു കാലങ്ങളായിട്ട് 2800 കൊടുത്ത് ഷിപ്പ് അടിച്ചുകൊണ്ടാണ് 5 ദിർഹംസ് കുറച്ചത്. അത് കുറക്കണ്ടെന്ന് തോന്നുന്നു. അത് കുറച്ചോണ്ടാണ് ഒരൊറ്റടിക്ക് മേലോട്ട് കയറി ചെയ്തത്. അതെ, ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ TR പൊതുവെ മാർക്കറ്റിൽ ഇപ്പൊ TR കൂടുതൽ വരുന്നുള്ളൂ. ഏറ്റവും നല്ല തന്നെയാണ് TR വന്നു കഴിഞ്ഞാൽ ഈ പുറത്തുള്ള സാധനങ്ങളൊക്കെ കുറെ കുറച്ച്. നമ്മളിപ്പോ ആൻഡ്രോയിഡ് ഫോണും TR അല്ലാണ്ട് വേറെ ഒന്നും വിൽക്കാറില്ല. പക്ഷെ പുറത്ത് വരുന്നതിനെ പറഞ്ഞാൽ ചിലക്ക് വിലന്റെ ഒരു വിഷയം വരുന്നത്. ചിലക്ക് വില കുറവ് കാണുമ്പോൾ
അവിടെ കൂടുതൽ അപ്പോൾ വേറെ വില കുറക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുറത്തെത്തത് അല്ലെങ്കിൽ കേബിൾ ചേഞ്ച് ആക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ വില കുറക്കാൻ പറ്റൂല ഒരാൾക്ക്. ഇതന്നെ നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത്. ഷോപ്പുകാർ നമ്മളിപ്പോ കസ്റ്റമേഴ്സ് ആണ് കൂടുതൽ നോക്കുന്നത്, നമ്മുടെ വീഡിയോ ആദ്യം നോക്കുന്നത് ഷോപ്പുകാരാണ്. ഇവന് ഈ ചങ്ങായി എത്രക്കാ കൊടുക്കുന്നത് അത് കണ്ടിട്ടാണ് അല്ലെങ്കിൽ അതിൽ ഓരോ റംസ് 5 റംസ് ഒക്കെ കുറച്ചിട്ട് അവർ ഇടാൻ ശ്രമിക്കുക. കാരണം നമ്മളെ റേറ്റ് നോക്കിയിട്ടാണ് അവർ ഒരു മാർക്കറ്റ് നിലവാരം നോക്കുന്നത്. അപ്പൊ നമ്മൾ ആ റേറ്റ് ഇടുന്ന സമയത്ത് നല്ല റേറ്റിൽ നല്ല സാധനം കൊടുക്കാണ്. പക്ഷെ അവരെന്താക്കൂ ഇതേ സംഭവം വില കുറച്ച് കൊടുക്കാൻ വേണ്ടി ഒന്നുകിൽ കേബിൾ ചേഞ്ച് ആക്കും, അല്ലെങ്കിൽ എന്താക്കും വേറെ കൺട്രീന്റെ സാധനം ഉണ്ടാക്കും. നമ്മൾ TR അന്നും ഇന്നും ആൻഡ്രോയിഡ് ഏത് ഫോൺ എടുത്താലും ഇവിടെ TR അല്ലാതെ വേറെ സാധനം കിട്ടൂല. അതെ, അതുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2785 2785 ഇട്ട സാധനം ഇപ്പൊ 2810 അപ്പൊ നമ്മള് ഇതിൽ മൊത്തത്തിൽ എന്താ പറയുന്നത് ചോദിച്ചാൽ നമ്മൾ എപ്പോ വില കുറഞ്ഞു പറയണോ അത് വില കുറഞ്ഞത് തന്നെ ആയിരിക്കും. അപ്പൊ തന്നെ നിങ്ങൾ വന്ന് വാങ്ങാൻ ശ്രമിക്കുക. അതെ, ഇതും വില കൂടിയിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്ന് വാങ്ങും. നിങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ മാർക്കറ്റിൽ ഡിമാൻഡ് ആണ്. ഇനി കൂടാനേ ചാൻസ് ഉള്ളൂ. പരമാവധി നിങ്ങൾ വന്ന് വാങ്ങിക്കും. കുറഞ്ഞാലും 10-20 വ്യത്യാസം വരും. ഇപ്പോൾ ആകെ നിങ്ങൾക്ക് 25 റംസിന് വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷെ പറയേണ്ടത് നമ്മൾ പറയാണ്, ബാക്കി ചോയ്സ് നിങ്ങളെയാണ്. അതെ, അപ്പൊ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത 512 പറഞ്ഞില്ല. 512 നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3100 കൊടുക്കാം. 3100 512 GB S24 Ultra ആണ്. ഓക്കെ, സാംസങ് പറഞ്ഞു കഴിഞ്ഞു. സാംസങ്ങിന്റെ ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആവശ്യം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അടിച്ചോ. ആ ഫോൺ നമ്മൾ പറയുന്നത് ചെറിയ മോഡലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ വെറുതെ ലോങ് ആക്കുന്നില്ല. ഓക്കെ, പെരുന്നാളായിട്ട് എല്ലാം കുറച്ച് കാണട്ടെ. നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊളിക്കാം. പെരുന്നാൾ നമുക്ക് എല്ലാം ഫ്രീ ആവില്ല, അന്നേ നമുക്ക് പൊളിക്കാം. അതെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഐഫോൺ 13 നമുക്ക് നല്ലൊരു സാധനം വന്നിട്ടുണ്ട്. ഐഫോൺ 13 TR വന്നിട്ടുണ്ട്. ഐഫോൺ 13 TDR വേണോ ചമാര എത്ര കൊടുക്കും? നമുക്ക് 1600 പിടിക്കുക. 1600 ദിനത്തിന് ഐഫോൺ 13 TDR എത്ര GB? 128 GB. അടുത്ത് അതന്നെ TR നമുക്ക് 14 വന്നിട്ടുണ്ട്. ഐഫോൺ 14 TDR 1999 TDR സ്പെക് ഐഫോൺ 14 128. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ജവാനത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ജവാൻ ഓഫറാ. ഇത് മൊത്തം എല്ലാ കളറും ഉണ്ട് കേട്ടോ. അതാണ് സ്പെഷ്യൽ. നമ്മൾ പ്ലസ് വീണ്ടും പ്ലസ് വീണ്ടും കൊണ്ടുവന്നിട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നമ്മൾ കഴിഞ്ഞല്ലേ? കഴിഞ്ഞല്ല 2 മാസം മുന്നേ 2 മാസം മുന്നേ നമ്മൾ 128 GB റേറ്റിൽ 250 കൊടുത്താൽ. അതെ, അത് 2350 കൊടുത്തത്. അത് എങ്ങോട്ടാ പോയെന്ന് എടുക്കില്ല. ഓഫർ ആ ഓഫർ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. 256 ഇപ്രാവശ്യം വന്നിരിക്കുന്നത് 512. വാവ്, ഐഫോൺ 14 പ്ലസ് 512 GB സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത്. നമ്മൾ 256 GB ഇപ്പോഴും കൊടുക്കുന്നത് 2650 ആ റേറ്റിൽ 512 കൊടുക്കും. 2650 പിടിക്കേ. 2650 ദിർഹത്തിന് TR 512 GB ഐഫോൺ 14 പ്ലസ് ബെസ്റ്റ് പ്രൈസ് ആണ്. ബെസ്റ്റ് ഓഫർ ആണ്. കഴിഞ്ഞ ദിവസം 128 നമ്മൾ ഓഫർ ഇട്ട് 15 പീസുകൾ ആദ്യം വരുന്ന ആൾക്ക് 15 ആൾക്ക് കിട്ടും. അതെ, ആദ്യം വരുന്ന 15 ആൾക്ക് 14 പ്ലസ് കിട്ടോ TDR സാധനം. ഓക്കെ, നെക്സ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 15ലേക്ക് പോവാം. ഐഫോൺ 15 15ലേക്ക് പോവാണെങ്കിൽ 15 ഇഷ്ടം പോലെ ഉണ്ട്. ഐഫോൺ 15 ഉണ്ട്, അതുപോലെ തന്നെ TR ഉണ്ട്. ഇന്ത്യനും TDR ഇന്ത്യൻ ആണെങ്കിൽ 2280 2280 ഇന്ത്യൻ വേർഷൻ 128 GB ഐഫോൺ 15. അത് TR ആണെങ്കിൽ നമുക്ക് 2350 2350 TRA വേർഷൻ 128 GB. അതന്നെ നമുക്ക് പ്ലസിലേക്ക് പോവാണെങ്കിൽ 15 പ്ലസ് 2350 എത്ര GB? 128 GB 2350. 256 GB ആണെങ്കിൽ 2999 കൊടുക്കാം. അയ്യോ, 3000 ഒരു ദിർഹം കുറച്ച് മാത്രം കൊടുത്താൽ മതി. 256 GB 15 പ്ലസ്. ഓക്കെ, അതിന് 512 ഇല്ല. 15 പ്ലസില് 256 128 പ്രൈസ് ഉള്ളത്. 50 Pro Max. 15 Pro Max. ഓക്കെ, വീണ്ടും 15 Pro Max. 50 Pro Max നമുക്ക് അടിപൊളി റേറ്റ് കൊടുക്കാം. 50 Pro Max എത്ര GB? 50 Pro Max കൊടുക്കുക. 50 Pro Max 256 GB ആണെങ്കിൽ 3750 കൊടുക്കാം. 3750 ദിനത്തിന് 50 Pro Max 512 GB ആണെങ്കിൽ 256 GB ആണ് ഇത് അല്ലേ? 256. ഓക്കെ, 512 ആണെങ്കിൽ 4200 കൊടുക്കാം. 4200 ദിർഹം 512 GB 15 Pro Max 1 TB ആണെങ്കിൽ 4450. 4770 4750 ദിനത്തിന് 1 TB. BBA പഠിച്ച സ്കൂൾ ഇപ്പോൾ ഉണ്ടോ? കുറച്ച് മാറിപ്പോയതാണ്. 4750 ദിനത്തിന് 1 TB 15 Pro Max. അപ്പോ 15 Pro Max ആവശ്യമുള്ളവർക്ക് നല്ലൊരു പ്രൈസിൽ കിട്ടും അല്ലേ? നല്ല റേറ്റ് ആണ്. ഇപ്പൊ 1 TB ഒക്കെ ഈ റേറ്റിന് കിട്ടാൻ നല്ല റേറ്റ് അത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 256 GB ഒന്നും ഉണ്ടായിരുന്നില്ല. 512 1 TB ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഒരുപാട് കൊണ്ടുവെക്കാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 256 GB 15 Pro Max കിട്ടുന്നില്ല. ശരിക്കും ഇപ്രാവശ്യം നമ്മൾ പ്രോ പറയുന്നില്ല. കഴിഞ്ഞ പ്രോ 1-2 മോഡൽ ഉണ്ടായിരുന്നു. 256 512 ഒന്നുമില്ല. ഇവ എല്ലാം പോയിട്ട് അപ്പൊ പറയുമ്പോ നിങ്ങൾ മേടിച്ചോ, നിങ്ങളുടെ കയ്യിൽ സ്ഥാനിക്കും. ഇത് പണ്ട് നമ്മളെ ഇത് പറഞ്ഞ പോലെയാണ്. തോന്നുമ്പോൾ കിട്ടൂല, കിട്ടുമ്പോൾ വാങ്ങിക്കോന്ന് പറഞ്ഞ ഇപ്പൊ അവസ്ഥ 50 Pro Max അവസ്ഥ അതാണ്. കാരണം ഓൾറെഡി ആപ്പിൾ കമ്പനി സ്റ്റോപ്പ് ചെയ്തു പ്രൊഡക്ഷൻ.
അപ്പൊ ഇപ്പൊ അവിടെ ഇവിടെ സ്റ്റോക്ക് ഉള്ളത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അപ്പം പോയിട്ട് എടുത്തും കൊണ്ടുവരാം. അതെ, അപ്പൊ ഇനി അപ്പൊ 16 Pro Max കൊടുത്തോണ്. അപ്പൊ നമുക്ക് 16 മുതൽ തുടങ്ങാം. ഓക്കെ, എന്നാ iPhone 16 ആരാധകരെ കാത്തിരിക്കുന്ന ആരാധകരെ iPhone 16 അത്ര. ഓക്കെ, നല്ല iPhone 16 TDR 256 128 മുതൽ തുടങ്ങാം. ഓക്കെ, 128 2525 കൊടുക്കാം. പിടിക്കേ 25 കേട്ടോ ചാമാരെ. 128 നല്ല പ്രൈസ് ആണ്. 256 ആണെങ്കിൽ 2950 കൊടുക്കാം. 2950 ദിനത്തിനാണ് വന്ന് ഉമ്രയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചിങ്ങനെ പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു അഷ്കൃക. ഇന്നാണ് ഇന്നും ഉഷാറായിട്ടുണ്ട്, വേറെ ലെവലായത്. എന്റെ മാത്രമല്ല കേട്ടോ, BBA കഴിഞ്ഞ ആഴ്ച വരെ സംസാരിക്കുമ്പോ ആരോ കഷ്ടപ്പെട്ടിട്ട് സംസാരിക്കുന്നു, പനിയും ജലദോഷമൊക്കെ പിടിച്ചിട്ട്. ഇപ്പൊ BBA ഒന്ന് ഉഷാറായി. നമുക്ക് ഇതേപോലെ ഉഷാറില്ല. ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലോ, കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, പെരുന്നാളിന്റെ വെയിറ്റിംഗ് ആണ്. അതൊക്കെ കഴിഞ്ഞാൽ ഫുൾ എനർജി തന്നെ നമുക്ക് എന്താക്കാം മുന്നോട്ട് പോകാം. അതെ, ഫുൾ എനർജിയിലാണ്. അപ്പൊ 256 പ്രൈസ് ഓഫർ 256 നമുക്ക് കൊടുക്കാം. 2950 പിടിക്കേ. 2950 256 പിടിക്കും. 16 പ്ലസ് ആണെങ്കിൽ 128 ആണെങ്കിൽ 2925 കൊടുക്കാം. അതെ, 2925 16 പ്ലസ് 128. പിന്നെ അതന്നെ 256 GB ആണ് 3250 കൊടുക്കാം. 3250 ദിനത്തിന് 16 പ്ലസ് 256 GB. ഓക്കെ, ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്ക് വരുന്നത് വില കൂടി എന്ന് പറഞ്ഞത്. 16 Pro Max കൂടിയാ. പ്രോ മാക്സിന് എന്നാലും കുഴപ്പമില്ല, കുറഞ്ഞിട്ടുണ്ട്. പ്രോ ആണ് കഷ്ടം. പ്രോ പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഒരു 50,000 കൂടിയത്, പിന്നെ 100 കൂടി, പിന്നെ 150 കൂടി, ഇപ്പൊ 200 ദിർഹംസ് കൂടി. പക്ഷെ ഇടയ്ക്ക് നല്ല പ്രൈസ് കുറവുണ്ടായിരുന്നു. നല്ല കുറവുണ്ടായിരുന്നു. ഞങ്ങൾ ഓഫർ ഇട്ടിരുന്നു. നിങ്ങൾ കാണും പെട്ടെന്ന് വന്ന് വാങ്ങിക്കാം. എനിക്ക് കുറയും എന്ന് വെച്ചിട്ട് കുറയുന്ന ഇപ്പൊ ഞാനായാലും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുള്ളൂ. അപ്പൊ നിങ്ങളായാലും എന്തായാലും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കും. കാരണം 10 രൂപയ്ക്ക് 10 രൂപയുടെ വിലയുണ്ട്. പക്ഷെ അതേപോലെ പ്രതീക്ഷിച്ച ആൾക്കൊക്കെ ഇപ്പം പ്രോ എടുക്കേണ്ട ആള് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതാണ് വിഷയം, പ്രോയൊക്കെ ഇനി കൂടാനേ ചാൻസ് ഉള്ളൂ. കാരണം ഇതാണ് നമ്മൾ പുറത്തുള്ള സാധനമൊക്കെ വരുത്തുണ്ടായിരുന്നു. ജപ്പാന്റെ, US-ന്റെ, ചൈനന്റെ, കൊറിയന്റെ, സൗദിന്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ TR മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് മെയിൻ ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ വിറവ് കുറഞ്ഞു. അപ്പൊ ഉള്ള സാധനത്തിന് വില കൂടാണ്. ഇവിടെ കുറച്ചൊന്നും സാധനം പോരാലോ, പുറത്ത് വരുന്ന ആൾക്കാർ, ഇവിടെ ഉള്ള ആൾക്കാർ ഒരുപാട് സ്റ്റോക്ക് വേണം. അപ്പോൾ എല്ലാ സ്റ്റോക്ക് വന്ന കാരണം വില കുറച്ച് കിട്ടുന്നുണ്ട്. ഇപ്പൊ അത് കുറച്ചൊരു മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വലിയ മാറ്റമൊന്നും വേറെ ഒന്നും വന്നിട്ടില്ല. പ്രോ മാത്രമേ ഇപ്പൊ കുറച്ച് ഡിമാൻഡ് ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം നിങ്ങൾക്ക് നല്ല റേറ്റിൽ തന്നെ സാധനം കിട്ടും. അപ്പൊ ഇതിൽ പറഞ്ഞ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ ഈ വീഡിയോ തന്നെ S25 Ultra നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് കുറവുണ്ട്. 14 പ്ലസ് പ്രൈസ് കുറവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ 5-6 ഫോൺ പ്രൈസ് കുറവുണ്ട്. പ്രൈസ് കുറവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം പ്രൈസും അറിയും. അതിനേക്കാളും പ്രൈസ് കുറവായതുകൊണ്ട് നമ്മൾ പ്രൈസ് കുറവുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രൈസിൽ കിട്ടും. ഈ 16 Pro വിളിക്കുന്നത്. അതെ, ബഹ്റിനാണ് കോൾ വരുന്നത്. ഇപ്പൊ ഇതേ 16 Pro വില കൂടിയതാണ് അഷ്കർക്ക പറയുന്നത്. പക്ഷെ ഇതേ 16 Pro നല്ല പ്രൈസ് ടോപ്പിൽ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതിനാണ് വില കുറവെന്ന് പറഞ്ഞാൽ അത് ചാടി മേടിക്കുക. ഇപ്പോഴും സ്റ്റോറിൽ, ആപ്പിൾ സ്റ്റോറിൽ ഇപ്പോഴും 128 GB റേറ്റ് 4300 ആണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ഒരു 1 മന്ത് മുന്നേ നമ്മൾ കൊടുത്തത് 3500. അതെ, അതാണ് സംഭവം. കണ്ടില്ല, അത്ര വ്യത്യാസം. അത്ര വ്യത്യാസം. നമ്മൾ ഇപ്പോഴും സ്റ്റോറിലെ റേറ്റ്, ഒഫീഷ്യൽ റേറ്റ് എടുത്തത് 4300 ആണ്. അപ്പൊ നമ്മൾ ഇത്തവണ കൊടുക്കാൻ പോകുന്നത് 3600 കൊടുക്കാം. 128 16 Pro 3600 അല്ലേ? ഓക്കെ, 3600 ദിർഹത്തിന് കേട്ടോ. 3600 ദിർഹത്തിന് 128 GB 16 Pro. അതെ, 128. ഇനി അതിന് 256 GB ആണെങ്കിൽ നമുക്കൊരു കേസിന്റെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. കേസ് എന്ന് വെച്ചാൽ സൗദിന്റെ ആണ്. സൗദിന്റെ ആണെങ്കിൽ നമുക്ക് 3925 കൊടുക്കാം. 3925 ദിനത്തിന് സൗദിയിലെ ഇപ്പോഴും 4100. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സൗദിനെക്കാളും പ്രൈസ് കുറവില്ല എങ്ങനെ സൗദി വിൽക്കും നിങ്ങളിവിടെ? സൗദിന് വില കൂടുതലല്ലേ? ഇപ്പൊ വില കൂടുതലാണ്. ഓക്കെ, അല്ല അവിടെ 3 വർഷം വാറന്റി അങ്ങനെ എന്തോ പരിപാടി ഉണ്ട്? അത് ഇടക്ക് വരുന്നത് ആപ്പിളിന് ഇല്ല, ഇതിന് ഇടക്ക് വരും. അത് ഇവിടെ നമ്മളും കൊടുക്കുന്നുണ്ടല്ലോ ഇടക്ക്. അത് കമ്പനി തരുന്ന ഡീലാണ്. നമ്മൾ ആരും ഷോപ്പിന്റെ ഒന്നും ഡീലല്ല, കമ്പനി ഒരു ഡീൽ തരും. ആ ഡീല് നമുക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇതിന് 23 Ultra വെച്ചിരുന്നു. അത് കമ്പനി ഒരു ഡീൽ ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ ആരൊക്കെ വാങ്ങി അവർക്കൊക്കെ 3 വർഷമാണ് വാറന്റി. അതിന് ശേഷം വാങ്ങിയാക്കി അതേ സാധനം നമ്മൾ ഒന്നും ചെയ്തില്ല അവിടെ വെച്ചിട്ടുണ്ടാവുക. അതേ സാധനത്തിന് പിന്നെ 2 വർഷം വാറന്റി ഉണ്ടാവും. കാരണം ആ പീരീഡിൽ വാങ്ങുന്ന ആൾക്കാർക്ക് മാത്രമാണ് ആ ഒരു ബാർകോഡ് കിട്ടും. ആ ബാർകോഡ് തന്നെ ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ 3 വർഷം കിട്ടില്ല. 23 Ultra അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം 3 വർഷം കൊടുത്തു, പിന്നെ 2 വർഷം കൊടുത്തിട്ടുള്ളൂ. അതെ, അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ പറയണത് ഇപ്പോൾ ഇവരുടെ സാംസങ്ങും ആപ്പിളിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളും അവരൊക്കെ തരുന്ന ഇൻഫർമേഷൻ കാര്യങ്ങളുമാണ് നിങ്ങളായിട്ട് നമ്മൾ തരുന്നത്. അപ്പൊ നമ്മളെപ്പോൾ 3 വർഷം എന്ന് പറയുമ്പോൾ അതൊരു ടൈം പീരീഡിലായിരിക്കും. ആ പീരീഡിൽ വാങ്ങുന്നവർക്ക് 3 വർഷം സാംസങ് നേരിട്ട് തരണമാണ്, അല്ലെ നമ്മൾ തരണമല്ല വാറണ്ടി. അതുപോലെ തന്നെ ആപ്പിളാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത്രയും ഒരു നമ്മൾ പഠിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നത്. ആ സമയത്ത് തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക, മുന്നോട്ട് പോവാ, അല്ലെ? ഓക്കെ, വേറെ എന്തൊരു കാര്യം പറയാൻ വന്നിട്ടുണ്ട്, ഇതിൽ കയറിട്ട് മറന്നു വെച്ചത്. ഓക്കെ, അടുത്തേ ഇനി നമുക്ക് അതന്നെ TR എടുക്കുകയാണെങ്കിൽ 4000 ആണ്. ഓക്കെ, 4000 ആണ്. ഇപ്പൊ 4800 ദിർഹംസ് സ്റ്റോറിൽ ഉണ്ട് റേറ്റ്.
അപ്പോൾ എന്നാലും 4000 ഇപ്പോൾ കൊടുത്തു കൊടുക്കുന്നത്. ഒരു പെരുന്നാളായിട്ട് ഒരു 25 കൂടി കുറച്ചിട്ട് 3975 ഇടാം. 3975 പ്രത്യേകം ഇത് പറയാണ്, ഈ റേറ്റ് നിൽക്കൂല, എന്തായാലും ഇതിന് മേലെ പോകും. 256 മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. സാധനം കുറവാണ് മാർക്കറ്റിൽ, പൈസ മാത്രമല്ല സാധനം തന്നെ മാർക്കറ്റ് കുറവാണ്. അവിടെ ഡിമാൻഡ് ആണ് കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. പരമാവധി പെട്ടെന്ന് തന്നെ വാങ്ങിക്കോ. 4000 മുകളിൽ ഇപ്പോൾ പോയിട്ടുണ്ട് ഓൾറെഡി. എന്നാൽ നമ്മളുടെ സ്റ്റോക്ക് ഉള്ളതിന്റെ പേരിൽ ഇപ്പൊ 3975 രൂപ. അതെ, സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് 3975 എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് എനിക്കറിയാം. കഴിഞ്ഞതിന്റെ 2 ആഴ്ച മുന്നേ നമ്മൾ 3800-850 ഇട്ടിരുന്നു. അപ്പൊ ആ ഒരു സാധനമാണ് കൂടിയത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം കൂടി തന്നെ പറയുന്നത്. നമ്മൾ മറച്ചൊക്കുന്ന പരിപാടിയൊന്നുമില്ല, ഉള്ള തുറന്നു പറയുക. അത് നിങ്ങൾക്കും അറിയുന്നതാണ്, അത് നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടിയെന്ന് തന്നെ പറയും, കുറഞ്ഞെന്ന് തന്നെ പറയും. അത് എന്താണ് മാർക്കറ്റ് ലെവൽ, ഹോൾസെയിലാണ്, ഡെയിലി മാർക്കറ്റാണ്. നമ്മൾ വേറെ ആൾ കുറഞ്ഞു കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് വില കുറക്കുന്ന ആൾക്കാരല്ല. നിങ്ങൾ പല ആൾ കമന്റിലൊക്കെ ഇട്ടുണ്ട്, നമ്മളൊരു വില കുറച്ച് കഴിഞ്ഞാലാണ് ചിലർക്ക് നേരം വെളുക്കുള്ളൂ. അവർ അതുവരെ നിങ്ങളുടെ വില ജാസ്തിക്ക് സാധനം വെക്കും. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ റേറ്റിനോ അല്ലെങ്കിൽ ചിലപ്പോൾ 5-10 കുറച്ചിട്ട് വീഡിയോ ഇടുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും. അങ്ങനത്തെ പരിപാടിയാണ്. നമ്മൾ വില കുറഞ്ഞാൽ അപ്പോൾ കുറക്കും. വില കൂടിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വില പെട്ടെന്ന് കൂട്ടൂല, നമ്മൾ അതേ റേറ്റിന് കൊടുക്കും. ഞങ്ങൾ പുതിയ സ്റ്റോക്ക് വന്നാൽ മാത്രമേ പുതിയ റേറ്റ് ആവുള്ളൂ. അതെ, എന്നിട്ടും നമ്മൾ എന്തായാലും മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആയിരിക്കും തരിക. അതുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇനി 1TB 512 പറഞ്ഞില്ല, 512 BB നമുക്ക് കൊടുക്കാം, 4700 കൊടുക്കാം. 4700 ദിർഹം iPhone 16 Pro 512GB. അതന്നെ 1TB കൊടുക്കുക 5400 കൊടുക്കുക. 5400 1TB 16 Pro. അപ്പൊ 16 Pro പറഞ്ഞു. 16 Pro മാക്സിലേക്ക് പോവാണെങ്കിൽ നമുക്ക് വില വിഷയമല്ല. മാക്സ് നമുക്ക് കൊടുക്കാം. എത്രയൊക്കെ കൊടുക്കാം നമുക്ക്? മാക്സ് നമുക്ക് ഡിസൈൻ കൊടുക്കാം, ഡ്യുവൽ റേറ്റിന്. ഓക്കെ, ഡെസേർട്ട് കളർ, അത് TR ആണ്. ഓക്കെ, ഡെസേർട്ട് കളർ കൂട്ടിയിട്ടില്ല, കൂട്ടുന്നില്ല. ഓക്കെ, ഒന്നുകൂടി കുറച്ചു. iPhone 16 കുറച്ചു. എത്രയ്ക്ക് കൊടുക്കാം? നമ്മൾ കഴിഞ്ഞ 4150 ഇട്ടത്, ഇപ്രാവശ്യം 4135. പിടിക്കുക. 4135 ദിർഹത്തിന് iPhone 16 Pro Max നമ്മൾ കുറച്ചാണ്. നമ്മള് നിങ്ങൾക്ക് വേണ്ടി കുറച്ചിട്ട് വെച്ചാൽ iPhone 16 Pro Max 256 512 ആണെങ്കിൽ കൊടുക്കുക 4950 കൊടുക്കുക. പിടിക്കുക. 4950 ദിർഹത്തിന് വെച്ചാൽ ഓക്കെ. നമുക്ക് 1TB ആണെങ്കിൽ ഒന്നും കൂടി ഓഫർ കൊടുക്കുക, 5700 കൊടുക്കുക. 5700 ദിർഹത്തിന് 1TB 16 Pro Max തന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. അതിന്റെ കൂടെ തന്നെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതെന്നെ യൂസർ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ചില ആൾക്കാർ യൂസർ ഇവൻ എല്ലാം എടുക്കുന്നുണ്ട്, എന്താ എടുക്കാത്തത്? യൂസർ നിങ്ങൾക്ക് സാംസങ്ങും അതുപോലെ തന്നെ ഐഫോൺ ഒക്കെയാണ് മാർക്കറ്റിൽ വാല്യൂ ഉള്ളത്. നമുക്കിപ്പോൾ ഒരു സാധനം എടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ സൈക്കിൾ ഇപ്പൊ യൂസർ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ എത്ര വില കിട്ടും നിങ്ങൾക്ക് അറിയാലോ. അതേ സംഭവം ഒരു ബൈക്ക് കൊണ്ടുകൊടുത്ത് എത്ര വില കിട്ടും, അതേ സമയം ഒരു കാർ കൊണ്ടുകൊടുത്ത് എത്ര കിട്ടും. അതുപോലെയാണ് ഈ മോഡലൊക്കെ. നിങ്ങളിപ്പോ നല്ല മോഡലും ലേറ്റസ്റ്റ് റേറ്റ് ഒക്കെ സാധനം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ റേറ്റ് കിട്ടും. അതേസമയം നിങ്ങളിപ്പോ സാംസങ്ങോ അല്ലെങ്കിൽ റെഡ്മി, ഒപ്പോ ഇതൊക്കെ നിങ്ങൾ ചെറിയ മോഡലാണ്. അതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനിപ്പം മാർക്കറ്റിൽ ചെറിയ പൈസ, റീസെയിൽ വാല്യൂ വളരെ കുറച്ച് സാധനങ്ങളാണ് ഈ മോഡൽ. അതേസമയം കുറച്ച് ഹൈ മോഡൽ 20S21 മുതൽ മേലോട്ടുള്ള അതൊക്കെ കുറച്ച് ഹൈ മോഡലാണ്. അതുപോലെ ആപ്പിളിന്റെ ഒരു 12, 13 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഹൈ മോഡലാണ്. അപ്പോൾ അതിന്റെ റേറ്റ് കിട്ടും, വില കുറഞ്ഞത് മറ്റേ റേറ്റ് കിട്ടും. പിന്നെ അതിന്റെ കൂടെ പ്രത്യേകം ഞാൻ എടുക്കുമ്പോൾ ചിലർക്ക് ആ ഒരു വിഷമമുണ്ട്, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇത് എനിക്ക് എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം അത്രത്തോളം ചെക്ക് ചെയ്തിട്ട് എടുക്കും. ഇത് വേറൊരാൾക്ക് കൊടുക്കണം, അവൻ എന്നെ വിശ്വസിച്ച് വരുന്നതാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് ആ റേറ്റുള്ള സാധനത്തിന് നമ്മൾ എടുക്കാറുള്ളൂ. ചില ആള് പല സ്ഥലത്തും വാങ്ങിയിട്ട് പെട്ട ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുമെല്ലാം നമുക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് എടുക്കൂല. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജും കാര്യം ഉണ്ടെങ്കിൽ വളരെ വില കുറച്ചിട്ടൊക്കെ സാധനം എടുക്കലുണ്ട്. കാരണം എടുക്കാൻ എന്തായാലും പരമാവധി എടുക്കാൻ ശ്രമിക്കും. പക്ഷെ അതിന് അതിൻ്റെ വിലയുണ്ടാവും. കാരണം ആ വിലക്ക് വാങ്ങുന്ന ചില ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടി. പക്ഷെ നല്ല സാധനമാണെങ്കിൽ നല്ല വിലക്ക് കസ്റ്റമർ എടുത്തിട്ട് ബാക്കി ക്യാഷ് കൊടുത്ത് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് ആ സ്റ്റോക്കാണ് കിടക്കുന്ന അധിക സ്റ്റോക്കും കസ്റ്റമർ കയ്യിൽ നിന്ന് കിട്ടിയ സ്റ്റോക്കാണ്. നല്ല കിടലം പോലത്തെ. കാരണം അവരവരായ ഒരു സാധനം അവർ കീപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അവർ ചെക്ക് ചെയ്ത് ഗ്ലാസ് ഒക്കെ ഇട്ട് കവറൊക്കെ ഇട്ട് നല്ല രീതിയിൽ അവർ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഫോൺ അത്രത്തോളം അവര് ശ്രദ്ധിക്കും, കെയർ ചെയ്യും. അതുപോലെ നമ്മള് വണ്ടി പിന്നെ കുറെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വണ്ടി വാങ്ങിയല്ലോ. നമ്മളൊരു വണ്ടി ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാല് ഒരു മാസം വരെ അതിനൊരു പൊടിയായ പോലെ നമ്മൾ അപ്പം തുറക്കും. പിന്നെ ചിലപ്പോ 1 മാസം 2 മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് വണ്ടിയൊക്കെ ചിലപ്പോ 2 മാസം കഴിഞ്ഞാൽ വളരെ തന്നെ കാണുള്ളൂ. അത് എങ്ങനെയാലും അത് ഇപ്പൊ എല്ലാവരും സ്ഥിതി അത് തന്നെയാണ്. നമ്മൾ പല ഇതും കണ്ടാണ്. കാരണം അതുവരെ നമ്മൾ വാങ്ങുന്ന പുതിയ സാധനമൊക്കെ 1-2 മാസം വമ്പിച്ച കയറി കഴിക്കും. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ഫോൺ ടിഷ്യൂ വെച്ചിട്ട് നോക്കണ ഒരുപാട് പേരുണ്ട്. ഫോൺ ഭയങ്കര നോക്കണ ഒരുപാട് ആളുകൾ. 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. പിന്നെ വെള്ളം കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ പിടിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ അടുത്ത കാലവർഷം വരും. നിങ്ങളുടെ കയ്യിൽ ഏത് ഫോണിന്റെയും എക്സ്ചേഞ്ച് ഓഫർ ഇപ്പൊ ദുബായിലേക്കുള്ള ആളുകൾ 13, 14, 15 സീരീസ് എല്ലാം മാറ്റണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ S23 അൾട്രാ ഉപയോഗിക്കുന്നവർ S25 അൾട്രാ ആക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യലായിട്ട് നല്ല പ്രൈസിൽ കിട്ടും. അതൊക്കെ വാങ്ങാൻ ആളുണ്ട്. നിങ്ങൾ 23 അൾട്രാ അല്ലെ 24 അൾട്രാ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നല്ല റേറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് പുതിയ എടുക്കാം. അതുപോലെ നിങ്ങൾ iPhone 13 Pro, 14 Pro, 15 Pro ഒക്കെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ നല്ല റേറ്റ് 16 Pro Max എടുക്കാം.
നിങ്ങൾക്ക് വാല്യൂ ഉണ്ട് നിങ്ങളുടെ ഫോണിന്, നല്ല വാല്യൂ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ലേറ്റസ്റ്റ് മോഡലൊക്കെ വാല്യൂ ഉണ്ട്, പക്ഷെ ചെറിയ മോഡലിന് വാല്യൂ കുറവാണ്. ഇത്രത്തോളം എല്ലാം തുറന്ന് പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ വലിയ പ്രതീക്ഷയിൽ വന്നിട്ട് നമ്മൾ അങ്ങനെ ഇത്ര കിട്ടും അത്ര കിട്ടും അങ്ങനെ ഇല്ലാത്തൊന്നും പറയുന്നില്ല. ഉള്ള പോലെ പറയാം. ചെറിയ മോഡൽ ഇത്രേ കിട്ടുള്ളൂ, വലിയ മോഡൽ അത്യാവശ്യം കിട്ടും. ഇതൊക്കെ കറക്റ്റ് പറയുക. അപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങളെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. അതുപോലെ റേറ്റ് ചില ആൾ വന്നു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ വീഡിയോ അത്ര ദൂരത്ത് നിന്ന് വന്ന് കണ്ടാണ്, അതുകൊണ്ട് ഇനിയും കുറക്കണം എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത്ര നല്ല റേറ്റ് പറയുന്നത്. ബെസ്റ്റ് റേറ്റ് തരാം. അതിന് നിങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ ഒരുപാട് ആൾക്ക് അനുഭവമാണ്. പറയാനും നമ്മൾ കുറച്ച് തന്നിട്ടുണ്ട്. അതായത് കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീഡിയോ പറയുന്ന പോലെ നമ്മൾ ഓഫർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1, 2, 3 ദിവസമൊക്കെ ഈ റേറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൂട്ടേണ്ടി വരും. പക്ഷെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാണ്ടെങ്കിൽ കുറച്ചിട്ട് ഒരുപാട് ആൾക്ക് കിട്ടും. അധിക സമയത്ത് കുറയലാണ്. പക്ഷെ ചില മോഡൽ ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ആകെ ഒറ്റ മോഡലിന് വില കൂടിയുള്ളൂ. നമുക്ക് 16 പ്രോന് മാത്രം, 16 പ്രോയ്ക്ക് ബാക്കി എല്ലാ മോഡലും വില കുറയാ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ ഒരു സംഭവത്തോടെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവല്ലോ. അതെ, ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ എന്താ പറയുക, എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്, UAE എല്ലാവരും ഡെലിവറി ഉണ്ട്, നല്ല ഓഫർ തന്നിട്ടുണ്ട്, പെരുന്നാളിന് ഓഫർ തന്നിട്ടുണ്ട്. നിങ്ങളുടെ പെരുന്നാൾ പരിപാടി എന്താണെന്നൊക്കെ പറയാം. നിങ്ങൾ പെരുന്നാളിന്റെ ദിവസം എന്നാണ് പെരുന്നാൾ, ആ പെരുന്നാൾ ദിവസം ലീവ് ആയിരിക്കും. ബാക്കി എല്ലാ ദിവസവും നോർമൽ ആയിട്ടുണ്ടാവും. രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾ ഓവർ UAE എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് സാധനം നിങ്ങളെ കയ്യിൽ എത്തിച്ചേരും. പിന്നെ നാട്ടിലേക്കില്ല, സൗദിയിലേക്കില്ല, വേറെ ഏത് സർവീസ്. അതാണ് ഞാൻ പറയാൻ വന്നത്. സൗദി കാര്യം നേരത്തെ പറയാം, മറന്നുപോയി കാര്യം ചോദിച്ചാൽ സൗദിയിൽ 3 വർഷം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൗദിയിലുള്ള ആൾക്കാർ അതൊന്ന് കമന്റ് അടിക്കിട്ടാ, ഐഫോണിന് 3 വർഷം വാറണ്ടി ഉണ്ടോ എന്താ കാര്യങ്ങളൊന്നും ജസ്റ്റ് കമന്റ് അടിക്കും. അത് ഞാൻ നേരത്തെ പറയാൻ വന്നത് മറന്നുപോയി. ഇതുവരെ ഐഫോൺ അങ്ങനെ 3 വർഷം കൊടുത്തു. സൗദിയിൽ എന്തോ 3 വർഷം ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് കമ്പനി കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ കമന്റ് അടിക്കും. ബാക്കി എന്തായാലും നമ്മളെ വേൾഡ് വൈഡ് ആണ്. അതെ, വേൾഡ് വൈഡ് ആണ്. അതെ, അപ്പോൾ നിങ്ങൾ കമന്റ് ആയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ, കാരണം നമുക്ക് കൂടെ അറിയാലോ, എല്ലാവരും അറിയാൻ പറ്റില്ല. നമുക്ക് നമ്മളെല്ലാം അറിവ് ഇത്രേ ഉണ്ടാവുള്ളൂ. കാരണം അതിലും കൂടുതൽ അറിവ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അറിയുന്ന അറിവ് ഈ കമന്റ് ആയിട്ട് ഇടാം. അപ്പോൾ നമുക്കും കൂടി പഠിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മൾ പറയുന്നില്ല എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. കാരണം ഞങ്ങൾ തെറ്റ് തിരുത്താൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊന്നും അറിവുള്ള ആൾക്കാരല്ല, ഉള്ള അറിവും കേട്ട അറിവും പിന്നെ ഇതിനെ കുറച്ച് പഠിച്ചിട്ടൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്കറിയാത്ത നിങ്ങളോട് പറയുകയാണ്. ഇനി നിങ്ങൾക്കറിയുന്ന അതുപോലെ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞങ്ങൾ തന്നെ എല്ലാം അറിയുന്ന അങ്ങനത്തെ ഒരു കിബറും കാര്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും കേൾക്കും. അതുപോലെ ഞങ്ങൾക്ക് അറിയുന്നത് നിങ്ങളടുത്തും പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾ അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തതിന്റെ മെയിൻ കാരണം. ഇത്രയും സംസാരിക്കുന്ന കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട്. പക്ഷെ കമന്റ് ഇടാൻ മറക്കരുത്, അതിലൊരു പിശുക്കും കാണിക്കരുത്. കമന്റും അതെ, അത്രയും സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കമന്റ് ബോക്സിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കാണുന്ന ആൾക്കാരാണെങ്കിലും വീഡിയോ പൈസ വാങ്ങാൻ ആഗ്രഹമായിട്ട് കാണുന്ന ഒരാൾക്കാരായി ആണെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഇല്ലാതെ ചുമ്മാ കാണുന്നവരാണെങ്കിലും എല്ലാ ആൾക്കാരും ഉണ്ട്. ഇപ്പം ഇവരൊക്കെ പല കൺട്രീസിലുള്ളതാണ്. ഇപ്പോൾ സൗദിയിലുണ്ട്, ഒമാനിലുണ്ട്, ഇന്ത്യയിലുണ്ട്, എല്ലാവിടെ, ശ്രീലങ്കയോ എല്ലാം അവിടെ ആണ് ആൾക്കാരുണ്ട്, പാകിസ്ഥാൻ എല്ലാം അവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് അവരുടെ ഫാമിലി സുഹൃത്ത് ആരെങ്കിലും UAE എവിടെ ഉണ്ടായാൽ മതി. UAE ബർദുബായിൽ, ഇപ്പം നമ്മുടെ ഈ ഒരു ഷോപ്പുള്ളത് ബർദുബായിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ വേണമെന്നില്ല, UAE എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ അയച്ചു കൊടുക്കും. വീഡിയോനെ കൊണ്ട് എനിക്ക് ഒരുപാട് മെച്ചമുണ്ട്. ഞാൻ തുറന്നു പറയാം, എവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അറിയുന്ന ആൾക്കാർ ഇഷ്ടംപോലെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ സൗദി പോയ സമയത്തു അവിടെ പോയേക്കും, റൂമിൽ പോയേക്കും, റൂമിൽ അവിടെ ഹെൽപ്പർ നോക്കുമ്പോൾ നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ തന്നെ എനിക്ക് ഓടി ഇവർ ഇതാ കണ്ടിരുന്നു. അപ്പൊ അവിടെ കഴിഞ്ഞു. അപ്പൊ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പള്ളിയിലോ കാര്യമൊക്കെ പോയി. അപ്പൊ അവിടുന്ന് എനിക്കൊരു ഇതാണ്, ഇവിടുന്ന് ആരും നമ്മൾ ഇത്തിരി ജനങ്ങൾ ഉണ്ടായിട്ട് ആരും ഇതുവരെ ചോദിച്ചോ. കാരണം ആരും മെയിനിൽ അത് ഉണ്ടാവില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പുള്ളിന് ആരാധനയിലേക്ക്. പക്ഷെ ആരും ചോദിച്ചില്ല. പക്ഷെ കറക്റ്റ് ലാസ്റ്റ് വരുന്ന ആ ഒരു ദിവസം ഒരാള് നിങ്ങൾ എഴുതുന്നു. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഇപ്പൊ ബാക്കി ഇതാ പറയാൻ. പക്ഷെ ആ ഒരു മെയിൻ്റെ അവിടെ അതല്ല. അപ്പൊ സംഭവം അത്രത്തോളം പറഞ്ഞു വന്നു വെച്ചാൽ നമുക്ക് ഇതിനെക്കൊണ്ട് ഉപകാരം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പൊ വീഡിയോ കൊണ്ട് മാത്രമല്ല, ജനങ്ങളായിട്ട് ബന്ധങ്ങളുണ്ട്. പല ആൾ വരുമ്പോൾ പറയും നിങ്ങൾക്ക് ഞങ്ങൾ അറിയില്ല, പക്ഷെ നിങ്ങളെ ഞങ്ങൾക്ക് അറിയാനായിട്ടാണ്. സന്തോഷമാണ് ഇതൊക്കെ പറയുന്നത്, ഞങ്ങൾ സന്തോഷമാണ്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കമന്റ് ആയി. നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ പോലും ഒരു തവണ അവർ കണ്ടെന്ന് വരാം, ചിലപ്പോൾ കണ്ടില്ല എന്ന് വരാം. പക്ഷേ മെസ്സേജും കാര്യമൊക്കെ അയക്കും. നമുക്ക് ആ ബന്ധം നിങ്ങൾ ആ ഒരു കീപ്പ് ചെയ്യാം. അതുപോലെ ഞങ്ങളും പരമാവധി കീപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പരമാവധി നല്ല നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഇനിയും കൊണ്ടുവരും. അപ്പൊ അതെ, ഇനിയും കൊണ്ടുവരും. ഇനി നമ്മള് ഇതിങ്ങനെ പറഞ്ഞ 5 മിനിറ്റ് പറഞ്ഞ മാത്രമല്ല, പക്ഷെ എന്തോ ഇഷ്ടമാണ് ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പല വീഡിയോസ് വ്ളോഗും കാര്യമൊക്കെ ഞാൻ ഒരുപാട് വരുത്തുന്നുണ്ട് പല ആളുകളും. പക്ഷേ ഇത്രത്തോളം BB ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്ന പോലെ ഞാൻ ഒരു വീഡിയോയിൽ ഇത്രത്തോളം സംസാരിക്കാൻ ചിലപ്പോൾ 10-15 മിനിറ്റിൽ ഒതുക്കാണ്. പക്ഷെ BBന്റെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് നമ്മൾ സംസാരിച്ചാൽ മോലാലി പറഞ്ഞാൽ എന്തോ ജനങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വർത്തമാനം പറയുന്ന ആൾക്കാർക്ക് ഒരു വിശ്വാസം മനസ്സിലായി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ചിലർക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടില്ല. പക്ഷെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ
അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടല്ലോ, സ്പീഡ് ആക്കുന്നുണ്ട്. ഇനി ഇഷ്ടപ്പെടാതൊക്കെ നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ നോക്കാം, ഇഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് സംസാരിച്ച് ഇങ്ങനെ പോവാം. അതെ, അപ്പൊ ബാക്കിയുള്ള കമന്റും കാര്യങ്ങളൊക്കെ ഇടുക. അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഇതാ നമ്മുടെ സ്വന്തം എവർസിറ്റിയിൽ അസ്കർക്ക് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എന്നാൽ പെരുന്നാൾ ആ ദിവസം ലീവ് ആയിരിക്കും, ബാക്കിയുള്ള ദിവസം ഒക്കെ ഓഫർ കിട്ടും. അപ്പൊ എന്തായാലും താങ്ക് യു. എല്ലാവർക്കും പെരുന്നാൾ വിശ്വസിച്ച് പറയണ്ടല്ലേ, എല്ലാവർക്കും ഒരു പെരുന്നാൾ വിശ്വസിച്ച് പെരുന്നാൾ വിശ്വസിച്ചിട്ടാ. അപ്പൊ എല്ലാവരും പെരുന്നാൾ അടിച്ചു പൊളിക്ക്. ഓക്കെ, അടിപൊളിയായിട്ടിരിക്കട്ടെ. ഓക്കെ.